ദൈവസഭ ലെബാനോനിൽ വസിക്കേണ്ടവളല്ല. ദൈവസഭ ഹെർമോൻ കൊടുമുടികളുടെ സന്തോഷത്തിൽ വസിക്കേണ്ടവളല്ല. നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തു പോകുക. ഇവിടെ നമ്മൾക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. വരുവാനുള്ളതിനെയാണ് നാം നോക്കി പാർക്കുന്നത്. സഭ എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ കൂട്ടമാണ്. സഭ എന്ന് പറയുന്ന യേശുവിന് തുല്യമായി ജയജീവിതം നയിക്കുന്നവരുടെ കൂട്ടമാണ് സഭ. സഭ എന്ന് പറയുന്ന ലോകത്തെ ജയിക്കുന്നവരുടെ കൂട്ടമാണ്. അവരെത്ര വലിയവരായാലും എത്ര സിംഹാസനമുള്ളവരായാലും യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ, ദൈവത്തിന്റെ ഭവനത്തിൽ ജനിക്കപ്പെട്ട രാജാക്കന്മാർ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ഈ ലോകത്തുള്ള സകല ശ്രേഷ്ഠന്മാരും മുട്ടുകുത്തിയേ മതിയാകും. സ്തോത്രം. നമുക്കിപ്പോൾ ക്ലാസ് ആരംഭിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ തൃശ്ശൂരിൽ ഇതുപോലെ ബൈബിൾ ക്ലാസ് വീണ്ടും നടത്തണം എന്നുള്ളതായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയുണ്ടായപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ കർത്താവെ, തൃശ്ശൂരിൽ കഴിഞ്ഞ ചില വർഷങ്ങളായി തുടരെ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുവാൻ അവിടുന്ന് അവകാശം തന്നു, അവസരം തന്നു. എന്നാൽ ഇപ്പോൾ നീ എന്താണ് ഞങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സഭ, ദ ചർച്ച് ഓഫ് ഗാഡ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിപ്പാൻ, ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിച്ചു. ദൈവത്തിൻ്റെ സഭ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാരായിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം പരിചയമുള്ള വിഷയവും ബൈബിൾ ക്ലാസ്സുകൾ മുഖേനയും അതുപോലെ കർത്താവിൻ്റെ ദാസന്മാരുടെ പ്രസംഗങ്ങൾ മുഖേനയും നിങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന പരിചയമുള്ളതായ വിഷയമാണ്. ഞാനപ്പോൾ കർത്താവിൻ്റെ എല്ലാവർക്കും നല്ലോണം അറിയാവുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യം എന്താണെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ദൈവസഭയിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നാം അത്ര ശ്രദ്ധ വരുത്തുന്നില്ല. ആ കാര്യങ്ങൾ കർത്താവിനെ എടുത്തു കാണിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന കാര്യങ്ങളിൽ ദൈവസഭയിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. ആ കാര്യങ്ങൾ തെളിയിച്ചു കൊടുക്കണം. അതിൻ്റെ മഹത്വം എത്രമാത്രമാണ് എന്നുള്ളത് ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് കൽപ്പിച്ചപ്പോൾ, അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ഓർപ്പിച്ചപ്പോൾ, ഈ ദിവസങ്ങളിൽ നാം ദൈവസഭയുടെ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിപ്പാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും നല്ലവണ്ണം പരിചയമുള്ള വിഷയം തന്നെയാണെങ്കിലും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത ഭാഗങ്ങളിലേക്ക് നമുക്കൊന്നിച്ച് ഈ ദിവസങ്ങളിൽ ചിന്തിക്കാം. ദൈവസഭ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ആഴമായി നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് ദൈവസഭയുടെ ആ വിവരങ്ങളിലേക്ക് എങ്ങും പോകാതെ എവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഇപ്പോൾ ശ്രദ്ധയോടെ ചിന്തിക്കുവാനായി പറയുന്നത്, ആ ഭാഗങ്ങൾ മാത്രമാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ദൈവസഭ എന്നുള്ളൊരു വിഷയം മുഴുവനും എടുത്തല്ല ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾക്ക് ഇപ്പോൾ അത്യാവശ്യമായി ചിന്തിക്കേണ്ടത് ഏത് ഭാഗമാണ് ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു കാണിച്ചിരിക്കുന്നതിനാൽ ആ ഭാഗങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിപ്പാനായി പോകുന്നത്. ദൈവസഭയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പല ഉപമകളായി അല്ലെങ്കിൽ പലതിനോട് താരതമ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി നോക്കുമ്പോൾ ടാബർനാക്കിൾ, മോശയുടെ സമാഗമന കൂടാരത്തിൽ കൂടെ ദൈവസഭയെക്കുറിച്ച് പല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ ശലോമോൻ്റെ ദേവാലയ മുഖേന ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ യെരൂശലേം എപ്രകാരമാണ് എന്നുള്ളത് ദൈവസഭയിലെ പല കാര്യങ്ങൾ അതിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിയും. പിന്നെ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, അതുകൂടാതെ കർത്താവിൻ്റെ മണവാട്ടിയായിരിക്കുന്ന സഭ. അപ്പോൾ പ്രധാനമായി നാം 3 കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത്.
സമാഗമന കൂടാരത്തിൽ ടാബർനാക്കിൾ കൂടെ ദൈവസഭയെക്കുറിച്ച് ദൈവം എന്താണ് പഠിപ്പിക്കാൻ അനേക കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ഈ ദൈവസഭയുടെ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ഒരു വർഷം നിങ്ങൾ മുഴുവൻ സമയം രാവിലെയും വൈകിട്ടും പഠിച്ചാലും പൂർണ്ണമാകുകയില്ല. എന്നാൽ ഈ ചില ദിവസങ്ങൾക്കുള്ളിൽ നാം ശ്രദ്ധ കൊടുക്കേണ്ടതായ ഭാഗങ്ങൾ മാത്രം നാം ചിന്തിക്കുവാൻ പോവുകയാണ്. അതിൽ കർത്താവിൻ്റെ ഇടമായാൽ സമാഗമന കൂടാരത്തെ എൻ്റെ ചില കാര്യങ്ങളെടുത്ത് ദൈവസഭയെക്കുറിച്ച് ചിന്തിക്കും. അതുപോലെ ശലോമോൻ്റെ ദേവാലയത്തെ എടുത്തിട്ട് അല്പമായി ദൈവസഭയെക്കുറിച്ച് ചിന്തിക്കും. പിന്നെ പുതിയ യെരൂശലേമിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെടുത്ത് ദൈവസഭയെക്കുറിച്ച് ചിന്തിപ്പാനിടയാവും. പിന്നെ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, കർത്താവായ യേശു ക്രിസ്തു തലയായിരിക്കുന്നു, നാം എല്ലാവരും തമ്മിൽ തമ്മിൽ അവയവങ്ങളായിരിക്കുന്നു, അതിനെക്കുറിച്ചും പിന്നെ കർത്താവിൻ്റെ മണവാട്ടിയായ കാന്തയായ സഭ, ഇങ്ങനെ ഈ വിഷയങ്ങൾ ഓരോന്ന് എടുത്തിട്ട് അതിൽ കൂടെ ആ വിഷയങ്ങൾ മുഴുവനായി എടുക്കുവാനുള്ള സമയം നമ്മുടെ മധ്യത്തിലില്ല. പരിശുദ്ധാത്മാവ് അതിലേതാണ് പ്രത്യേകമായി നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് ആദ്യമായി സമാഗമന കൂടാരത്തെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ യഹോവയായ ദൈവം മോശയോട് കൽപ്പിച്ച ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ അല്പമായി നമുക്ക് കൊണ്ടുപോകാം. അതിനുവേണ്ടി പുറപ്പാട് പുസ്തകം 25:8 കൊണ്ടും ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 25 വേഴ്സ് 8 and 9 വായിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, കർത്താവെ എല്ലാവരും വചനം ഗ്രഹിക്കത്തക്കവണ്ണം നീ കൃപ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവരും ഒരു കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടത്, സഭ എന്നുള്ള വിഷയം വരുമ്പോഴാണ് സാത്താൻ പലവിധ തടസ്സങ്ങളും വലിയ പോരാട്ടങ്ങളും കൊണ്ടുവരുന്നത്. കാരണം സഭയുടെ കാര്യം നിവൃത്തീകരിക്കുമ്പോൾ, സഭയുടെ ഒരുക്കം പൂർത്തിയായി കഴിയുമ്പോൾ കർത്താവ് മേഘങ്ങളിൽ വെളിപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് സാത്താൻ ശ്രമിക്കുന്നത് വല്ലവിധേനയും സഭയുടെ ഒരുക്കം, മണവാട്ടിയുടെ പൂർണ്ണതയിലേക്കുള്ളതായ വളർച്ചയെ അല്പമായിട്ടെങ്കിലും തടഞ്ഞു വയ്ക്കുക. അതുകൊണ്ട് നാം ഈ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ സാത്താനാകുന്നവൻ വളരെ തടസ്സങ്ങൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ ജയിപ്പാൻ ശ്രമിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ഞാനിത് പഠിപ്പിക്കുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെയും ഇന്നും അതുപോലെ ഇതിന് മുൻപും സാത്താൻ വളരെ ശക്തിയോടെ എന്നോട് പോരാടിക്കൊണ്ടിരുന്നു. നിന്റെ വായ തുറക്കാൻ സമ്മതിക്കയില്ല, എന്തെല്ലാം തടസ്സങ്ങളാണ് അവൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുവാൻ ശ്രമിച്ചത്. എന്നാലും കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ കാര്യം നമ്മൾക്കറിയാവുന്നതാണെങ്കിലും കർത്താവെ എവിടെയാണ് ഞങ്ങൾ അല്പമെങ്കിലും പുറകിലായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾ കൃപ നൽകണം. ഇവിടെ പറയുന്നത്, എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം, ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഉണ്ടാക്കണം. അതിൻ്റെ ഉദ്ദേശം നമ്മൾക്കെല്ലാം അറിയാം. കർത്താവ് പറയുന്നത്, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ. കർത്താവിൻ്റെ അഥവാ ദൈവം അവർക്ക് കൊടുത്തതായ വിടുതലിനെ, മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിച്ചു. ആ വിടുതലിന് ഓർമ്മയ്ക്കായോ ദൈവം അവരെ സ്നേഹിക്കുന്നു, അവർ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതായ സ്നേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അല്ല, ഞാൻ അവരുടെ മധ്യത്തിൽ വസിക്കുവാൻ അവർ എനിക്കൊരു മന്ദിരം ഉണ്ടാക്കണം. അപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ മുഖ്യ ഉദ്ദേശം ദൈവത്തിന് അവരുടെ മധ്യത്തിൽ വസിക്കുവാൻ ആഗ്രഹമുണ്ടായി. നാം മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. അതുകൂടാതെ ആദിമ മനുഷ്യനോടുകൂടെ ദൈവം നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്നു. നാം 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ദൈവം തോട്ടത്തിലേക്ക് നടക്കുന്ന കാലൊച്ച കേട്ടപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകുന്നത്
ദൈവം ആദാമും ഹവ്വയുമായി അത്ര അടുത്ത സംസർഗത്തിൽ നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഹാനോക്കിനെ കുറിച്ച് നാം വായിക്കുന്നത് അവൻ ദൈവത്തോടുകൂടെ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക ആഗ്രഹം നാം വേദപുസ്തകത്തിൽ ഉടനീളം വായിച്ചാൽ മനസ്സിലാകുന്നത് തൻ്റെ മക്കളോടുകൂടെ വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ ഇരുന്നുകൊണ്ട് അവരുടെ മധ്യത്തിൽ വസിച്ചുകൊണ്ട് അവരെ നടത്തുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അവർ പ്രത്യേകം പറഞ്ഞത്, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അതിൽ വേറൊരു കാര്യം കൂടെ, ദൈവത്തിന് അവരുടെ മധ്യത്തിൽ വസിക്കുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നല്ലൊരു കെട്ടിടമോ വിശുദ്ധീകരിച്ചതോ ഉണ്ടാക്കാമായിരുന്നാൽ അതുണ്ടാക്കുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർ കൊടുത്തിരുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ കാണിക്കുന്ന മാതൃകപ്രകാരം ഉണ്ടാക്കണം. ആ മാതൃകയിലേക്ക് നമുക്ക് പിന്നീട് വരാം. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം തൻ്റെ മക്കളോടുകൂടെ വസിക്കുക എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 2:20 മുതൽ 22 വരെ വായിച്ചാൽ, എഫേസ്യ ലേഖനം അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വസിക്കേണ്ടതിന്. അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്ഥലം. സഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറ്റുന്ന സ്ഥലമല്ല. സഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാക്കുന്ന സ്ഥലമല്ല, ദൈവത്തിന് വസിക്കുന്ന സ്ഥലം. ഇന്ന് പലപ്പോഴും സഭയിൽ കൂടെ ആ കാര്യത്തിനുള്ള ശ്രദ്ധ കുറച്ച് കുറഞ്ഞിട്ട് ആളുകൾക്ക് ആശ്വാസം കിട്ടേണ്ട സ്ഥലമായി ദൈവസഭ ക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ കൂടി വരുന്നു, ദൈവസഭയിൽ അവർക്ക് ആശ്വാസം ലഭിക്കുന്നു. എന്നാൽ ദൈവജനമേ, ദൈവസഭയുടെ ഉദ്ദേശം ഈ ഭൂമിയിൽ ദൈവം സഭയിൽ വസിച്ചുകൊണ്ട് ഞാൻ ആണ് സാക്ഷാൽ ദൈവമെന്ന് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നാം പലപ്പോഴും ചിന്തിക്കുന്നത്, ദൈവം രോഗികളെ സൗഖ്യമാക്കിയാൽ അതിൽ കൂടെ ജനങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. പ്രിയമുള്ളവരെ, ഇന്ന് രോഗസൗഖ്യം നടക്കുന്ന അനേകായിരം സ്ഥലങ്ങളുണ്ട്. ശബരിമലയിൽ രോഗസൗഖ്യം നടക്കുന്നുണ്ട്, തിരുപ്പതിയിൽ രോഗസൗഖ്യം നടക്കുന്നുണ്ട്, അതുപോലെ വേളാങ്കണ്ണി മാതാവിൻ്റെ അടുക്കൽ പോയാലും രോഗസൗഖ്യം നടക്കുന്നുണ്ട്. ഇന്ന് രോഗസൗഖ്യങ്ങൾ നടക്കുന്ന അനേക സ്ഥലങ്ങളുണ്ട്. വടക്കേ ഇന്ത്യയിൽ അദ്ദേഹം ഇപ്പം തെക്കേ ഇന്ത്യയിലോട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു യോഗാഭ്യാസമെല്ലാം നടക്കുന്ന അദ്ദേഹത്തിൻ്റെ രാംദേവ് നടത്തുന്ന ആ ഹീലിംഗ് യോഗങ്ങളിൽ ലക്ഷക്കണക്കിനാണ് ആളുകൾ കൂടുന്നത്. അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ കൈമുക്കി പറയല്ല, ഒരാൾ സൗഖ്യമായി കഴിഞ്ഞിട്ട് ഉടനെ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ്, സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് എല്ലാം അവിടെ തന്നെയുണ്ട്. അവരവിടെ വെച്ച് തന്നെ എക്സ്റേ എടുത്തിട്ട് ഡയബറ്റീസിൻ്റെയും ബ്ലഡ് പ്രഷറിൻ്റെയും എല്ലാ കാര്യങ്ങളും മെഡിക്കൽ റിപ്പോർട്ട് എല്ലാവരെയും കാണിക്കുക. നമ്മുടെ യോഗങ്ങളിലാണെങ്കിൽ രോഗികൾ സൗഖ്യമായി കൈപൊക്കി സ്റ്റേജ് വന്നെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അവിടെ എങ്ങനെയല്ല, മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ഞാൻ പല പ്രാവശ്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ടി വിയിൽ നോക്കിയിട്ടുണ്ട്. എത്ര പേര് സൗഖ്യമാണ് ലൈനായിട്ട് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് നിന്ന് അവർ ഡയബറ്റീസ് സൗഖ്യമായവർ ഓരോരുത്തർ ഇതിനു മുമ്പ് ഇത്ര ആയിരുന്നു, മെഡിക്കലി അവർ പ്രൂഫ് ചെയ്യുക. അതുകൊണ്ടാണ് 10,000 ലക്ഷങ്ങൾ അവിടെ കൂടുന്നത്. രോഗസൗഖ്യം ഹീലിംഗ് ക്യാമ്പിൽ. അതുപോലെ അനുഗ്രഹത്തിൻ്റെതെന്ന് പറഞ്ഞ് രവിശങ്കറിന്റെ അനുഗ്രഹത്തിന്റെ കൂട്ടായ്മകൾ എത്രമാണ്. അവിടെ ഈ ബിംബങ്ങളെയൊന്നും അവിടെ ഈ മറ്റേ ആദ്യം പറഞ്ഞ രാംദേവിന്റെ അവിടെയും വിഗ്രഹങ്ങളൊന്നുമില്ല. അവര് പാട്ടും ഇതേ ഉള്ളൂ, ഒരു വിഗ്രഹങ്ങളും അവിടെ ഇല്ല. അതുപോലെ രവിശങ്കറിന്റെ അവിടെയും ഒരു വിഗ്രഹങ്ങളും ഇല്ല.
അവരെല്ലാം ആയിരക്കണക്കിന് ആളുകളാണ് ദറിയും വിരിച്ചിട്ട്, ഒരു കസേരയും അവിടെ എങ്ങും കാണാനൊക്കെയില്ല. എല്ലാവരും ദറിയും വിരിച്ചിട്ട് താഴെയാണ് ഇരിക്കുന്നത്. ഒരുത്തരത്ത് നിങ്ങൾക്ക് ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരുത്തരെയും നിങ്ങൾക്ക് അവിടെ എങ്ങും കാണാൻ പറ്റും. എത്ര വലിയ പ്രായമുള്ളവരാണെങ്കിൽ എല്ലാവരും വന്ന് ലക്ഷക്കണക്കിന് താഴെയാണ് ഇരിക്കുന്നത്. അവരുടെ വീടുകളിൽ നിന്നാണ് അവരെല്ലാം അവർക്ക് ഇരിക്കാനുള്ള ദറിയോ അത് കൊണ്ടുവരുന്നത്. അപ്പോൾ രോഗസൗഖ്യം പ്രാപിക്കുന്നത് കൊണ്ട് ദൈവം നമ്മുടെ മധ്യത്തിൽ വസിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവമക്കളിൽ വസിക്കുമ്പോൾ, ദൈവസഭയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുമ്പോൾ ചുറ്റുപാടുള്ളവർക്കെല്ലാം മിണ്ടാൻ പോലും കഴിയാത്ത ഒരു ഇതുണ്ടാകും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം, എന്നെ കസ്റ്റഡിയിലൂടെ പോലീസ് ജയിലൊക്കെ കഴിഞ്ഞ മാസം ഞാൻ പോലീസ് കസ്റ്റഡിയിലായി. പോലീസ് കസ്റ്റഡിയിലായപ്പോൾ ഞാൻ അവിടെ ഉള്ളതായ DSP അറോറയുടെ സുവിശേഷം പറഞ്ഞു. അദ്ദേഹം എന്നോട് വന്ന് പറയുകയാണ്, എന്നെ അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ ചെരുപ്പിട്ട് കയറാൻ എനിക്ക് ഭയമാവും. ഞാൻ അവൻ്റെ ആരാണ് കൈദി, മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ അവൻ്റെ തടവുകാരനാണ്. അവൻ മറ്റുള്ളവർ പറയും ഇവന്റെ മുറിയിൽ പോകാൻ എനിക്ക് എന്തുണ്ടാകും, ഇതുകൊണ്ട് എനിക്ക് ഭയമാകുന്നുള്ള ശബ്ദമാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ്? AM ശ്യാമന്റെ മിടുക്കൊള്ളുമാണ് ദൈവത്തിന്റെ സാന്നിധ്യം. അത് അപ്പോൾ ഞാൻ അതുകൊണ്ട് ആരാധിക്കും. ദൈവമക്കളോടുകൂടെ ഉള്ള ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാവും, അവരനുഭവിക്കും ദൈവത്തിന്റെ സാന്നിധ്യം. അപ്പോൾ ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? ഞാൻ വന്ന് അവിടെ മധ്യത്തിൽ വസിക്കണം. വരുന്ന പ്രിയപ്പെട്ടവരെല്ലാം അവരുടെ രോഗങ്ങൾ മാറിയോന്നല്ല, ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി എൻ്റെ ദൈവവുമായി ഞാൻ നേരിട്ടിടപെട്ടു. ഞങ്ങൾ വിശുദ്ധന്മാരൊന്നിച്ചൂടെ ആരാധിച്ചിരിക്കുമ്പോൾ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെ മധ്യത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞതല്ല, എനിക്ക് എൻ്റെ ദൈവത്തെ ഇന്ന് അനുഭവിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു അനുഭവം വന്നു കഴിയുമ്പോൾ നമ്മുടെ മരുഭൂമി യാത്രയിലുള്ള ക്ഷീണമെല്ലാം അങ്ങ് മാറിപ്പോകും. നാം ആത്മാവിൽ ബലമുള്ളവരായിത്തീരും. നമ്മൾ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്, നല്ല സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്, എന്നാൽ അത് താൽക്കാലികമാണ്. ഞാൻ നിങ്ങളെ കുറ്റം പറയരുത്, നിങ്ങൾ ക്ഷമിക്കണമേ. ഇപ്പോൾ നല്ല പാട്ടൊക്കെ പാടി ഗിത്താറും ഓർഗനും ഒക്കെ വെച്ച് നല്ല പാട്ടുകളൊക്കെ പാടി എല്ലാവരും കൈകൊട്ടി ചാടി നൃത്തം ചെയ്തിട്ട് തിരിച്ചു പോകുന്ന വഴി അവരെ നോക്കിയാൽ എല്ലാവരും ക്ഷീണിച്ച പോലെ മിക്കവാറും പേര് പോകുന്നത്. ഇത്രയും നേരം ചെന്ന് വീട്ടിൽ ചെന്നൊന്ന് കിടന്നാൽ മതി എന്നുള്ളത്. എന്നാൽ വാസ്തവത്തിൽ ദൈവത്തെ ആരാധിച്ചു പോകുന്നവർ ഉറവ പോലെ സന്തോഷം പൊങ്ങി വരികയും പോകുന്ന വഴിയിലും കാല് നൃത്തം ചെയ്യുന്ന പോലെ ആയിരിക്കും. വീട്ടിൽ ചെന്നാലും ആഹാരം ഉടനെ കഴിക്കണമെന്നല്ല, സ്തോത്രം 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 എന്നായിരിക്കും. ശരീരക്ഷീണമല്ല, അകത്തെ മനുഷ്യൻ ബലം പ്രാപിച്ചതിനാൽ പുറമേയുള്ള മനുഷ്യനും അതിൻ്റെ ആരോഗ്യം അനുഭവിക്കാനിടയാകും. അത് അകത്തെയുള്ള മനുഷ്യന്റെ ആ ബലം നിമിത്തം, ആ ശക്തി നിമിത്തം പുറമേയുള്ള മനുഷ്യനും ബലം പ്രാപിച്ചു എന്ന നിലയിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആരാധനയൊക്കെ കഴിഞ്ഞ് ചെന്ന് ഒന്ന് കിടന്ന്, കാരണം കൈയൊക്കെ അടിച്ചതിൻ്റെയും ചാടിയതിൻ്റെയും ഒക്കെ എന്താണ് മസിലിനൊക്കെ വേദനയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മ നിറവിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് പോയാൽ പിന്നെ നമുക്ക് ആഹാരം കഴിക്കണമെന്ന് തോന്നണമെങ്കിൽ തന്നെ വീണ്ടും നമ്മളൊന്ന് തന്നെത്താനെ ഒന്ന് തണുത്തെങ്കിൽ മാത്രമേ ആഹാരം കഴിക്കാൻ തോന്നുകയുള്ളൂ. എനിക്ക് അങ്ങനെയുള്ള എത്ര അനുഭവം ഉണ്ടായിട്ടുണ്ട്. ദൈവസന്നിധിയിൽ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഉറക്കം വരണം, ഒന്ന് ക്ഷീണം മാറണം, ഉറക്കം വരണമെങ്കിൽ തന്നെ ആ ചാർജ് ചെയ്ത് അത് ഒന്ന് ക്രമേണ 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 പോയി കഴിഞ്ഞ് മാത്രമേ ഒക്കെയുള്ളൂ. അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് നാം ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഞാൻ കർത്താവ് നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്നത് അവൻ നമ്മുടെ മധ്യത്തിൽ വന്ന് വസിക്കുക. നമുക്ക് അനുഗ്രഹം തരുന്നോ, നമ്മൾ ഉറച്ച ഹല്ലേലൂയ പറയുന്നോ എന്നല്ല. നമ്മുടെ കർത്താവ് വസിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും, ചുറ്റുപാടുമുള്ളവർക്കെല്ലാം അവൻ്റെ സാന്നിധ്യം മനസ്സിലാകാൻ ഒക്കും. പാപികളായിരിക്കുന്നവർക്ക് കരച്ചിൽ വരും, അതുപോലെ ഹൃദയം കഠിനമായിരിക്കുന്ന ഹൃദയം ഉരുകാനൊക്കും. കപടഭക്തിക്കാർക്ക് ഭയമുണ്ടാകും, അവർ പുറമോട്ട് മാറാൻ തുടങ്ങും, അല്ലെങ്കിൽ മാനസാന്തരപ്പെടും.
അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞത്, ഞാൻ അവരുടെ മധ്യത്തിൽ ദൈവത്തിന് വസിക്കേണ്ട നമ്മളെ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിയുന്നത് സഭയാകുന്ന തൻ്റെ ജനത്തിന് മന്ദിൽ വന്ന് ദൈവത്തിന് വസിക്കുവാനിടയാകണം. 2 കൊരിന്ത്യർ 6:16 വായിച്ചാൽ, 2 കൊരിന്ത്യർ 6:16, 2 Corinthians 6:16, 2 Corinthians 6:16, 2 കൊരിന്ത്യർ 6:16. ഞാൻ അവരിൽ വസിക്കുകയും ദൈവത്തിന്റെ സഭയുടെ കാര്യമാണ്. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം ഇസ്രായേൽ മധ്യത്തിൽ ഉണ്ടാക്കിയതായ, മോശയെ കൊണ്ട് ഉണ്ടാക്കിയതായ ആ സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ പ്ലാൻ എന്താണ്? അവരുടെ മധ്യത്തിൽ വസിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കർത്താവ് പറയും, ഞാൻ അവരുടെ മധ്യത്തിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അവരുടെ സഭയാകുന്ന നാം കൂടി വരുമ്പോൾ അവർ നമ്മുടെ മധ്യത്തിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ദൈവം വസിക്കുമ്പോൾ, ഞാൻ ഒരു ചെറിയ സംഭവം പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, 2-3 വർഷങ്ങൾക്ക് മുൻപ് പഞ്ചാബിൽ മക്കു എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ യോഗം നടത്തി. മക്കു എന്ന ബസ് സ്റ്റാൻഡിൽ അന്ന് വയ്യ സമയമായി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ ആളുകളില്ല. അപ്പോൾ ഞാൻ ഗവൺമെന്റിനോട് പെർമിഷൻ ചോദിച്ചാൽ, ബസ് സ്റ്റാൻഡ് വലിയ ഏരിയയാണ്, വലിയ സ്ഥലമാണ്. അവിടെ ഞങ്ങൾ യോഗങ്ങൾക്ക്, വൈകിട്ട് യോഗം, പകൽ ബൈബിൾ ക്ലാസ്, പാസ്റ്റർ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സിഖുകാരുടെ കോളനിയാണ്. സിഖുകാരാണ്, വലിയ പട്ടണമാണ്. അവിടെ ഇത് ചെയ്തിരുന്നപ്പോൾ പല സിഖുകാർ രക്ഷിക്കപ്പെടുവാനിടയായി. 3-ാമത്തെ ദിവസം ബഹളമുണ്ടായി, പല സിഖുകാർ. 4-ാമത്തെ ദിവസം ബഹളം കുറച്ചുകൂടെ കൂടി. ഒടുവിലത്തെ 5-ാമത്തെ ദിവസം ഒരുപാട് പോലീസ് ഓഫീസേഴ്സും എല്ലാം വന്നു. സിഖുകാരെല്ലാം കൂടെ കൂടി പോയിട്ട് ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ലൈൻ കട്ട് ചെയ്തു. ഗവൺമെന്റിൽ നിന്ന് അനുവാദം വാങ്ങിയാണ് ഇലക്ട്രിസിറ്റി ലൈൻ എടുത്തത്. എന്നാൽ ഞങ്ങളുടെ അപ്പോൾ ഒരു ജനറേറ്റർ ഉണ്ടായിരുന്നത് കൊണ്ട് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് ഇലക്ട്രിക് സപ്ലൈ കൊടുത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായി. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മൈതാനമാണ്, ഒരു ചെറിയ സ്റ്റേജ് പോലെ, ഇത്രയും ഇതുപോലുള്ള ഉയരം ഇത്രയും ഇല്ല, ഇതിനേക്കാൾ കുറവാണ്. ചിലപ്പോൾ ഇത്രയും ഒരടി എങ്ങനെ വരും. ഞാൻ അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. 1000കണക്കിന് ആളുകൾ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ SP, DSP, 10-12 പോലീസ് ഓഫീസേഴ്സ് അവരുടെ തൊപ്പി, അവരുടെ സ്റ്റിക്കും എല്ലാം കൂടെ വെച്ച് ഇങ്ങനെ ഞാൻ ജനറേറ്റർ നോക്കിയിട്ട്, ഞാൻ അവിടുന്ന് നേരെ ജനറേറ്റർ കുറച്ച് ദൂരെയാണ് വെച്ചിരിക്കുന്നത്. അവിടുന്ന് കുറച്ച് ദൂരെ മുൻപിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് അവർ നടന്ന് 12 പേര് ഒന്നിച്ചിങ്ങോട്ട് വരിക. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഇടവഴിയിൽ കൂടെ അടുത്ത് വരാനായിട്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെയൊന്ന് താൽക്കാലികമായിട്ട് ഇങ്ങനെ കൈയൊന്ന് കാണിച്ചതുള്ളൂ. ആ 12 ഓഫീസേഴ്സ് ഒരു 40 അടി, ആളുകളുടെ ഇന്നൊരു 40 അടി പുറകിൽ അവിടെ നിന്നു. അവർ വന്നതിന് ശേഷം ഒരു 40 മിനിറ്റ് കൂടെ പ്രസംഗിച്ചു. 38-40 മിനിറ്റ് പ്രസംഗിച്ചു. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒടുവിൽ അതിന്റെ പ്രധാന ഓഫീസർ പറഞ്ഞു, ഞങ്ങളെ ഇവിടുന്ന് വിടാൻ പറയാൻ പറഞ്ഞു. ഇവിടെ വന്ന് അപ്പൊ ഞാൻ അടുത്ത് ചെന്നപ്പോൾ എന്തുവാ, വലിയ ഓഫീസർ ചെറിയൊരു ഓഫീസർ കാലനക്കാൻ വയ്യ, തൂണുപോലെ നിൽക്കുക. 12 ഓഫീസർമാർ ഒരുപോലെ നിൽക്കുക, തൂണുപോലെ നിൽക്കുക. ഇത് 1-2 പേരുടെ 1000കണക്കിന് ആളുകളുടെ മുൻപിലാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയെ നീ അലക്ഷ്യമാക്കരുത്. ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ, പോകാൻ പറഞ്ഞു. ഉടനെ അവരുടെ കാലൊക്കെ അനങ്ങി പോകാൻ പറഞ്ഞു. പിറ്റേ ദിവസം അവർ ഞങ്ങളുടെ യോഗം നടത്താൻ ഞങ്ങൾക്ക് സഹായമായിട്ട് ഒത്തിരി പോലീസിനെ അയച്ചു. ഞങ്ങൾക്കെതിരായി വന്നവർ. ഒടുവിലത്തെ ഞാൻ പോലീസുകാരോട്, നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണം, നിങ്ങളെല്ലാം ഇരുന്ന് സുവിശേഷം കേൾക്കുവാൻ പറയുവാനിടയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ പോലീസ് ഓഫീസേഴ്സിന് പോലും കാല് മുൻപോട്ട് വയ്ക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ ഇവിടെ ഇരവിപേരൂരിലെ ഉപദ്രവിച്ചതായി കഴിഞ്ഞാൽ പിറ്റേ ഞായറാഴ്ച എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പോലീസ് വന്നു. ശനിയാഴ്ച വൈകിട്ട് എന്നെ ഉപദ്രവിച്ചു. എനിക്കെതിരായിട്ട് ആളുകൾ അവർ പോലീസ് വന്ന് ചോദിച്ചു, നിങ്ങളെ ആരാ ഉപദ്രവിച്ചത്?
ഞാൻ പറഞ്ഞു എന്നെ ഉപദ്രവിച്ച എൻ്റെ സഹോദരന്മാരാണ്. പിന്നെ ആരാണ്ട് പറഞ്ഞു കൊടുത്തു ഞാൻ അവർക്കെതിരായിട്ട് പ്രസംഗിച്ചു, ഹിന്ദുമതത്തിനെതിരായിട്ട് പ്രസംഗിച്ചു എന്ന് പറഞ്ഞപ്പോൾ കേസ് എൻ്റെ നേരെയാണ്. കേസ് എന്നെ അറസ്റ്റ് ചെയ്യാൻ പത്തനംതിട്ടയും തിരുവല്ലയിലുള്ള പോലീസെല്ലാം കൂടെ 2-3 ജീപ്പുമായിട്ട് അവിടെ വന്നു. ഞാൻ ആരാധനയിൽ അവിടെ ഇരിക്കുക. അപ്പോൾ പോലീസ് പറഞ്ഞു വിളിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോലീസുകാർ പറഞ്ഞു വെളിയിൽ നിന്നോളാൻ പറയാൻ. ആരാധന കഴിഞ്ഞിട്ട് ഞാൻ വെളിയിൽ വരുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് പോകാം. 2.25 മണിക്കൂർ ഇരവിപേരൂരിലെ പോലീസുകാരുടെ ശാന്തമായിട്ട് അവിടെ ഇരിക്കിയത്. ആരാധന കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ ആരാധന കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞിട്ട് ചെന്നു. പിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞത് എൻ്റെ മിടുക്കല്ല, ഞാനൊരു സാധാരണക്കാരൻ. ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയും. ഞാൻ ഇതുപോലെ പലരുടെ കാര്യങ്ങൾ അനുഭവിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. അപ്പോൾ ദൈവമക്കൾ കൂടിയിരിക്കുന്നിടത്ത് എന്നാൽ എല്ലാവരും ചിലപ്പോൾ ദൈവം നമ്മളെ അടിക്കുവാൻ ഏൽപ്പിക്കും, കഷ്ടങ്ങൾ സഹിക്കുവാൻ ഏൽപ്പിക്കും. അതുകൊണ്ട് ദൈവത്തിന് വിടുതൽ അങ്ങനെയൊന്നും പ്രയാസം ഉണ്ടാവുകയില്ലെന്നല്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് യഹോവയായ ദൈവം നടക്കുന്ന സ്ഥലമാണ്. സ്തോത്രം. ദൈവസഭ എന്ന് പറയുന്നത്, ആത്മീക കൂട്ടം എന്ന് പറയുന്നത് ദൈവം നടക്കുന്ന സ്ഥലം. എന്നാൽ ഇന്ന് അറിയാതെ നമ്മൾ ചിലപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സിനും മറ്റുള്ളവർക്കും സ്ഥലം കൊടുക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഞങ്ങളുടെ അവിടെയൊക്കെ എത്രയോ ചീഫ് മിനിസ്റ്റർ മറ്റവർക്ക് കാര്യങ്ങൾ പറയുവാൻ അധികം സമയമില്ല. അത് കാരണം അത്യാവശ്യമായ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നാം മനുഷ്യർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം കുറഞ്ഞു പോവുകയാണ്. നമ്മൾ പൊളിറ്റിക്കൽ ലീഡേഴ്സിനും മറ്റുള്ളവർക്കും സ്ഥാനം കൊടുക്കുന്നത് കൊണ്ട് മറ്റുള്ള വലിയ വലിയ ആളുകൾ വരുമ്പോൾ അവരെ സ്റ്റേജിൽ ഇരുത്തണം എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാതെ കുറഞ്ഞു പോവുകയാണ്. എന്നാൽ വലിയ ആളുകളെല്ലാം വന്ന് നമ്മുടെ മുൻപിൽ ഇരുന്ന് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ നിർബന്ധിക്കുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രാവശ്യം ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ഗാന്ധിനഗറിൽ വലിയൊരു യോഗം നടത്തുവാൻ കൺവെൻഷൻ വേണ്ടിയായി അവിടുത്തെ IPC സഭക്കാരെല്ലാം കൂടെ മറ്റുള്ളവർ കൂടി എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഉച്ചയ്ക്കാണ് ഞാൻ ചെന്ന്. വൈകിട്ട് യോഗമാണ്. അപ്പോൾ അപ്പോൾ പാസ്റ്റർ അവിടെ ഇല്ല. പാസ്റ്റർ ഭാര്യ വേറെ കുറച്ച് സഹോദരിമാരും വേറെ 1-2 സഹോദരന്മാരുണ്ട്. ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററും അവിടുത്തെ സഭയിലെ ലീഡറായിരുന്നു. അദ്ദേഹം ഒരു വക്കീലാണ്, അവിടുത്തെ സെക്രട്ടറി, മലയാളി വക്കീലായിരുന്നു, ലോയറായിരുന്നു. അദ്ദേഹം അവരെല്ലാം കൂടെ ഒരു വലിയ മാല മേടിച്ചുകൊണ്ട് വന്നു. ഒരു വലിയ മാല മേടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആഹാരം കഴിച്ചുകൊണ്ട് അപ്പം പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ 3 ദിവസമായി ഉപസിച്ചുകൊണ്ടിരുന്നു. രഞ്ജോടുബായ് കോൺട്രാക്ടർ ഇന്ദിരാഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് ആണ്, ഗുജറാത്തിലെ ഏറ്റവും വലിയ ലീഡറാണ്. അയാൾ പറയുന്നത് പോലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അയാൾ നമ്മുടെ യോഗത്തിന് വന്ന് ഉദ്ഘാടനം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളെ കിട്ടുക പ്രയാസമാണ്. ഈ വലിയ കോമ്പൗണ്ടിൽ അയാൾ വന്ന് യോഗം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇത് ചെയ്യാൻ. ഞങ്ങൾ ഈ വലിയ മാല കൊണ്ടുവന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹം വളരെ ബിസിയായിട്ടുള്ള മനുഷ്യൻ, നമ്മുടെ അടുത്ത് ഒരു 5 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വരുമ്പോൾ നിങ്ങൾ മാല നമുക്ക് എല്ലാവരും ഒന്ന് എഴുന്നേൽപ്പിച്ചിരുന്നു. പ്രാവശ്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എല്ലാവരും ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തണം. നമുക്ക് ആ മാല ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു 5 മിനിറ്റ് എന്തെങ്കിലും പ്രസംഗിക്കും. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പ്രസംഗിക്കാമല്ലോ. പിന്നെ എല്ലാവരും പിന്നെ ആരും നമ്മളെ എതിർക്കാൻ ഒരുത്തരും കാണുകയില്ല എന്ന് പറയും. അല്ല, ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ സഹോദരന്മാരെ, ഞാൻ ആഹാരം കഴിച്ചു ഞാൻ പോകുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ജമ്മുവിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ക്യാപ്റ്റനൊക്കെ പറഞ്ഞിട്ട് ഇത്ര ഇടുങ്ങിയ മനസ്സാണ്. ഞാൻ പറഞ്ഞു ഇടുങ്ങിയ മനസ്സല്ല, രഞ്ജോടുബായി മറ്റുള്ള വരുന്നുണ്ട്, അത്ര ഞാൻ പോവുകയാണ്. ഞാൻ സൂട്ട് കേസ് എടുത്തിട്ട് വെളിയിൽ ഇറങ്ങി ഗേറ്റിന് വെളിയിൽ വന്നു. അപ്പോൾ പാസ്റ്ററുടെ ഭാര്യയും വേറെ 2-3 സഹോദരിമാരും കൂടെ വന്ന് എൻ്റെ സൂട്ട് കേസ് പിടിച്ചു, പാസ്റ്ററെ അങ്ങനെ പോകരുത്. അപ്പോൾ അവരവിടെ നിന്ന് പറയുകയാണ്, ഈ പാസ്റ്ററെ ഇങ്ങനെ ദുഃഖത്തോടെ അയച്ചാൽ നമുക്ക് വലിയ ശിക്ഷയുണ്ടാകും, അയക്കരുത് എന്നൊക്കെ സഹോദരിമാരെ കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി. അപ്പോൾ പാസ്റ്ററും ഇതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു മീറ്റിംഗ് എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ അവിടെ കാര്യം നോക്കിയോളാം. ഉടനെ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർക്ക് പ്രസംഗിച്ചേച്ചങ്ങ് പോയാൽ മതി, പിന്നെ വരുന്ന കുഴപ്പങ്ങളൊക്കെ ഞങ്ങളാ നേരിടും, ഞങ്ങൾ ഇവിടെ വസിക്കും, നിങ്ങൾ 5-6 ദിവസത്തേക്ക് ഇരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു സഹോദര സമ്മതമാണേ പറ. ഒടിയിൽ വല്ല വിധ ഞാനല്ല നിൽക്കിയിരുന്നത്. ഒടിയിൽ പുള്ളിക്കാരൻ പറഞ്ഞു മീറ്റിംഗ് ഞാൻ പാസ്റ്ററെ ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു വലിയ മാല, ഒരു 5 അടി നീളമുള്ള വലിയ മാലയൊക്കെ ഇത് അവിടോട്ട് കൊണ്ടുവരരുത്. സോഫ സെറ്റ് സ്റ്റേജിന്റെ അടുക്കലെങ്കിൽ വിടരുത്, പുറകിലിട്ടേക്കണം, പുറകിലൊരു സ്ഥലത്തിട്ടേക്കണം, ഞാൻ കൈകാര്യം ചെയ്തോളാം. അതുപോലെ പാട്ട് കഴിഞ്ഞ് ഞാൻ പ്രസംഗിച്ച് ഒരു 10-12 മിനിറ്റ് ആയപ്പോൾ 10-12 കാർ ഒന്നിച്ചു വന്നു.
അപ്പോൾ എനിക്ക് മനസ്സിലായി രഞ്ജോട് ഭായി അയാളുടെ ബോഡി ഗാർഡ്സ് ഒക്കെയാണ്. ഞാൻ വളരെ ക്ഷമയോട് പറഞ്ഞു, രഞ്ജോട് ഭായ് എന്ന അദ്ദേഹം ദൈവാദി ദൈവത്തെ ആദരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ശാന്തമായി ഒരു ശബ്ദം ഉണ്ടാക്കാതെ പുറകിലിട്ടിരിക്കുന്ന കസേരകളിൽ ശാന്തമായി ഇരിക്കും എന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ അപേക്ഷിക്കുന്നു എന്നൊന്നും പറഞ്ഞില്ല. ദൈവാദി ദൈവത്തെ ആദരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു. അവർ വന്ന് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവരെല്ലാം അവിടെ കസേരയിലിരുന്നു. അത് കഴിഞ്ഞ് 5 മിനിറ്റ് നേരം വന്നതാണ്. മുഴുവൻ യോഗവും പ്രസംഗവും കേട്ടു. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്ക വന്ന് കൈകൂപ്പി എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസവും യോഗം തുടങ്ങിയ ആ സമയം തന്നെ രഞ്ജോട് ഭായി പാർട്ടിയും വന്നു മുഴുവൻ യോഗത്തിന് സംബന്ധിച്ചു. 3-ാമത്തെ ദിവസം രാത്രിയിൽ രഞ്ജോട് ഭായി മുഴുവനും വന്നു. രക്ഷിക്കപ്പെടാൻ ആര് താല്പര്യം പറയുമ്പോൾ രഞ്ജോട് ഭായി കൈ, 10-62 വയസ്സുള്ള മനുഷ്യനാണ്, നല്ല വെളുത്ത നീളമുള്ള മനുഷ്യൻ, കൈപൊക്കി. 5-ാമത്തെ ദിവസം സ്നാനപ്പെടാൻ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആദ്യം എഴുന്നേറ്റ് വന്ന രഞ്ജോട് ഭായിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ 21 പേരും, ഞാൻ 22 പേരെ അവിടെ സ്നാനപ്പെടുത്തി. ആ നദി അവിടെ ധർമ്മനദി സ്നാനപ്പെടുത്തി. അന്ന് വൈകിട്ട് ആരാധന യോഗമില്ല. അപ്പൊ രഞ്ജോട് ഭായി പറഞ്ഞു, ഇന്ന് വൈകിട്ട് യോഗം എൻ്റെ വീടിന്റെ മുറ്റത്ത് ഞാനൊരു യോഗം ക്രമീകരിക്കട്ടെ. അപ്പൊ പാസ്റ്റർ ഞാൻ ആകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ 32,000 ആളുകളുണ്ട്. വലിയ മൈതാനം പോലെ അവരുടെ വീടിന്. 2 നില കെട്ടിടത്തിൽ, 3 നില കെട്ടിടമാണ് അത് അവരുടെ വീട്. 2 നില കെട്ടിടത്തിൽ എന്നെ കൊണ്ടുപോയി മഹാത്മാഗാന്ധി വന്ന് അവരുടെ വീട്ടിൽ വിശ്രമിച്ച് ആ മുറി അതുപോലെ വെച്ചിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ കിടന്ന കട്ടിലും ബെഡ്ഷീറ്റും തലേണയും അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്ത പാത്രമെല്ലാം അതുപോലെ, സ്റ്റൂളെല്ലാം അതുപോലെ തന്നെ വെച്ചിരിക്കുക. ആ മുറിയിൽ വന്നാൽ വലിയ വലിയ ആളുകൾ വന്ന് കണ്ടേച്ച് പോകുക, അല്ലാതെ ആ മുറി ആരും ഉപയോഗിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. അത് കഴിഞ്ഞ് ഞാൻ ജമ്മു കാശ്മീരിൽ മടങ്ങി വന്നപ്പോൾ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ രഞ്ജോട് ഭായിയെ കുറിച്ച് എനിക്ക് എഴുതുവാനിടയായി. പിന്നെ രഞ്ജോട് ഭായി പറഞ്ഞു, ഇന്ദിരാഗാന്ധിയോട് സുവിശേഷം പറയണം. ഞാൻ ഇന്ദിരാഗാന്ധിക്ക് ലൈസൺ ഓഫീസറായിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ വർക്ക് ചെയ്തു കുറച്ച് ദിവസങ്ങളൊക്കെ. എന്നാൽ അന്ന് സുവിശേഷം പറയുവാൻ എനിക്ക് അവസരം കിട്ടില്ല. മിലിറ്ററി ക്യാപ്റ്റനായിരിക്കുമ്പോൾ അവർ ചണ്ഡീഗഡിലൊക്കെ വരുമ്പോൾ അവരുടെ ലൈസൺ ഓഫീസറായിട്ട് എന്നെ പലപ്പോഴും നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് അവരോട് സുവിശേഷം പറയാനുള്ള അവസരം കിട്ടുകയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 2 മണിക്കൂറെങ്കിലും അവരോട് സുവിശേഷം പറയാനുള്ള അവസരം കിട്ടണം. അപ്പോൾ ഡൽഹിയിൽ ഒരു 15 മിനിറ്റ്, ഞാൻ പറഞ്ഞു 15 മിനിറ്റോട് സുവിശേഷം പറയാൻ ഒക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒന്നിൽ ഗുജറാത്തിലോ അല്ല ജമ്മു കാശ്മീരിലോ അവർ വരുമ്പോൾ, അപ്പോൾ അങ്ങനെ 2-3 മണിക്കൂർ എപ്പോഴെങ്കിലും ഗുജറാത്തിലോ രാജസ്ഥാനിലോ വിസിറ്റിൽ നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് രഞ്ജോട് ഭായിയും ഇന്ദിരാഗാന്ധിക്ക് സമ്മതിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ബോംബെയിൽ നിന്ന് കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധിയെ ഷൂട്ട് ചെയ്ത് കൊന്നു എന്ന് അറിയുവാനിടയായത്. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയോട് സുവിശേഷം പറയാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞത്, ഇത്ര വലിയ രഞ്ജോട് ഭായി കൺട്രാക്ടർ ശാന്തമായി പോയിരുന്നതിന്റെ കാരണം എന്താണ്? ഞാൻ ആർക്ക് മഹത്വം കൊടുത്തു? ദൈവാദി ദൈവവും കർത്താദി കർത്താവിനുമായി മഹത്വം കൊടുത്തു. എം ശാമുവേലിന്റെ മിടുക്കൊന്നുമല്ല. ഞാൻ പറഞ്ഞത്, ആ വലിയവനായ ദൈവത്തിന്റെ മുൻപാകെ ഇത്ര വലിയ VIP ആയിരിക്കുന്നവൻ എന്ത് ചെയ്യണം? പോയിരിക്കണം. ഞങ്ങളുടെ ജമ്മു കാശ്മീർ ചീഫ് മിനിസ്റ്റർ ഞങ്ങളുടെ അവിടെ വരാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തത്? ആർക്ക് അവസരം കൊടുത്തില്ല. ആന്ധ്രയിൽ വലിയ മീറ്റിംഗ്, 1,00,000-ലധികം പേര് വന്നിട്ടുണ്ട്. ആന്ധ്ര ഏലൂര് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു, മിനിസ്റ്റർ ഓഫ് ഇറിഗേഷൻ വന്നു, അദ്ദേഹമാണ് എല്ലാവർക്കും വെള്ളമെല്ലാം, 1,00,000-ലധികം ആളുകളുണ്ട്, വലിയ യോഗമാണ് ഏലൂര് യോഗം. ഞാൻ പറഞ്ഞു, എന്താ ജനങ്ങളെല്ലാം പച്ചപ്പുൽ പുറത്തിരുത്താം, മിനിസ്റ്ററും എല്ലാം കൂടെ പുറകിൽ ഇരുന്നോളാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ തന്നെ അവരോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്റ്റേജിന്റെ അടുത്തെങ്ങും വരാൻ പാടില്ല. ഞാൻ നോക്കിയപ്പോൾ മിനിസ്റ്ററും ഭാര്യയും ബോഡി ഗാർഡ് എല്ലാം അവിടെ പുല്ലിന്റെ പുറത്ത് അവിടെ ഇരിക്കുകയാണ്. യോഗം എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും പക്ഷെ അവർ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. നമ്മുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവം എത്ര വലിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കൺവെൻഷനുകളിലോ നമ്മുടെ യോഗങ്ങളിലോ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിക്കാത്ത, അഭിഷേക തൈലം ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യപ്പെടാത്ത ഒരുത്തരെ പോലും അടുപ്പിക്കരുത്. ഒരുത്തരെങ്കിലും അടുപ്പിച്ചാൽ ഇറങ്ങിപ്പോകുന്നത് കർത്താദി കർത്താവും രാജാദി രാജാവുമാണ്. ചിലപ്പോൾ നമ്മൾ ജനങ്ങൾ കണ്ടിട്ട് അങ്ങ് സന്തോഷിക്കും, ചീഫ് മിനിസ്റ്റർ വന്നല്ലോ, ഹല്ലേലൂയ, അറിയാതെ അങ്ങ് ഹല്ലേലൂയ വന്നു പോകും. കുമ്പനാട് കൺവെൻഷൻ പക്ഷേ രമേശ് ചെന്നിത്തല വന്ന് ഹല്ലേലൂയ പറഞ്ഞെന്ന് പറഞ്ഞ് എത്ര പേര് അന്യഭാഷ പറയാൻ തുടങ്ങി. രമേശ് ചെന്നിത്തല വന്ന് കുമ്പനാട് കൺവെൻഷന് ആരാണ്ട് പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞപ്പോഴത്തേക്ക് വിശ്വാസികൾ അന്യഭാഷ പറയാൻ അങ്ങ് തുടങ്ങി. രമേശ് ചെന്നിത്തല ഹല്ലേലൂയ പറഞ്ഞ എന്തിനാ? എങ്ങനെയെങ്കിലും പെന്തക്കോസ്തുകാരുടെ വോട്ടുകൂടെ എനിക്ക് കിട്ടണം, അല്ലാതെ അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് ഹല്ലേലൂയ പറഞ്ഞതല്ല.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതാ തനിച്ചു പാർക്കുന്നു ജനം. ദൈവസഭയെ നോക്കിക്കൊണ്ട് മിനിസ്റ്റർമാർ, നിങ്ങളുടെ ജമ്മു കാശ്മീരിൽ അല്ല കേരളത്തിലുള്ള മിനിസ്റ്റർ വന്നാലും അവിടെ പുറകിൽ വിറച്ചുകൊണ്ട് നിന്നോണം. ആ നിലയിൽ നാം കാര്യങ്ങൾ ചെയ്തേ മതിയാകും. ഞാൻ അവിടെ മധ്യത്തിൽ വസിക്കുകയും അവിടെ മധ്യത്തിൽ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആകയാൽ ദൈവസഭ എന്ന് പറയുന്ന സ്ഥലം മറ്റുള്ളവർക്ക് വന്ന് വോട്ട് പിടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് ഇത്രയും പേര് ഞങ്ങളുടെ ഉണ്ടെന്ന് കാണിക്കുവാനല്ല, വലിയവനായ ദൈവത്തിന്. ഹല്ലേലൂയ. നാം അറിയുള്ളൂ, യഹോവയായ ദൈവം സീനായി മലയിൽ ഇറങ്ങി വന്നപ്പോൾ 3 ദിവസം അവർ തന്നെത്താനെ ശുദ്ധീകരിച്ചു. അതിനുശേഷം പർവ്വതത്തിന് ചുറ്റും വേലിയുടെ കെട്ടി ഒരു മൃഗം പോലും തൊടരുത് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും യഹോവയായ ദൈവത്തിന്റെ സന്നിധി അല്പമായി ഇറങ്ങി വന്നപ്പോൾ പർവ്വതം വിറയ്ക്കാൻ തുടങ്ങി. ശബ്ദം കൂടിക്കൂടി വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ എന്താണ് പറയുന്നത്? മോശയെ, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഈ ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ ഞങ്ങളെല്ലാം ചത്തുപോകും, മരിച്ചു പോകും. ഹല്ലേലൂയ. ആ ദൈവത്തിന് ഇന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല പ്രിയമുള്ളവരെ. ആകയാൽ നമ്മുടെ സഭകളിൽ ദൈവം വസിക്കുന്നു, ദൈവം നടക്കുന്നു. അതിന് നമ്മളെല്ലാം കൂടെ ഈ ബാലിനെ ആരാധിച്ച ജനം വിളിച്ചു പറഞ്ഞ പോലെ ഒന്നും വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെ മധ്യത്തിൽ വരുമെന്ന് പറഞ്ഞ കർത്താവ്. നമ്മൾ വിളിക്കാതെ വരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആഗ്രഹം. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പറഞ്ഞില്ല, ദൈവമേ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു കൂടാരം ഉണ്ടാക്കാൻ ഞങ്ങളോട് ഒന്ന് വസിക്കുന്നു പറഞ്ഞില്ല. യഹോവയായ ദൈവം തന്നെ പറയുകയാണ്. അത് മനസ്സിലാക്കണം. യഹോവയായ ദൈവം താൻ തന്നെ പറയാൻ, എനിക്ക് അവരുടെ മധ്യത്തിൽ വസിക്കണം. അതുപോലെ സഭയാകുന്ന ആ ദൈവത്തെ ഞാൻ സഭയെ കുറിച്ച് പറയുമ്പോൾ അവിശ്വാസികളോട് ഇളയില്ലാപ്പണ കൂടരുത്. വിഗ്രഹങ്ങൾക്ക് ദൈവാലയത്തോട് എന്ത് യോഗ്യത? അങ്ങനെ നമ്മൾ ചെയ്താൽ അതുകൊണ്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യണം? വേർപെട്ടിരിപ്പീൻ. 2 കൊരിന്ത്യർ 6:14-15 കൂടെ വായിച്ചാട്ട് അതിനോട് ചേർത്ത് 2 കൊരിന്ത്യർ 6:16-15 കൂടെ വായിച്ചാട്ട്. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. പണ്ട് കാലങ്ങളിൽ ദൈവമക്കളെ കുറിച്ച് പറയുന്നത് വേർപെട്ട ജനം, വേർപെട്ട ജനം. വേർപാട് ബ്രദറൻ എന്ന് പറഞ്ഞാൽ അത് വേറെ. എന്നാലും ദൈവജനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? പ്രധാനമായിട്ട് പറഞ്ഞത് എന്താണ്? വേർപെട്ട ജനം, വേർപെട്ട ജനം. ദൈവത്തിന് വേണ്ടി വേർപെടുത്തപ്പെട്ട ജനമാണ് നാം. ഹല്ലേലൂയ. ഇവിടെ മറ്റെല്ലായിടത്തും അന്യ ദൈവങ്ങൾക്ക് സ്ഥാനമുള്ളപ്പോൾ ദൈവാദി ദൈവത്തിന്, സ്വർഗാദി സ്വർഗത്തിലെ വസിക്കുന്ന ദൈവത്തിന് വസിക്കുവാൻ ഒരു സ്ഥലം എന്ന് പറയുന്നത് തൻ്റെ ജനങ്ങളുടെ സഭയുടെ ആ സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടമല്ല. നാം എല്ലാവരും കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ആഗ്രഹം നാം വിളിക്കാതെ വന്ന് അവൻ നമ്മുടെ മധ്യത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറയും, ഞാൻ അവരുടെ മധ്യത്തിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ അവരുടെ മധ്യത്തിൽ വസിക്കുകയും അവിടെ നടക്കുകയും ചെയ്യും. ആ കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നത്. എങ്ങനെ നീ ദൈവത്തിൻ്റെ സഭയിൽ പെരുമാറണം. 1 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിച്ചാട്ട്. 1 തിമോത്തിയോസ് 3:15. അതിന്റെ 14-15 കൂടെ വായിച്ചാട്ട്. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും
സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും ജീവനുള്ള ദൈവത്തിന്റെ ദേവാലയത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നീ നടക്കേണ്ടത് എങ്ങനെ? ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് തിമോത്തിയോസിനെ ഓർപ്പിക്കുക, തിമോത്തിയോസേ, നീ ശുശ്രൂഷിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിലാണ്. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഓർക്കേണ്ടത് വലിയവനായ ദൈവം സിംഹാസനസ്ഥനായിരിക്കുകയാണ്. ഹല്ലേലൂയ. വലിയവനായ ദൈവം സിംഹാസനം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ഭയത്തോടും വിറയലോടും മാത്രം എനിക്ക് വരുന്നത്, എന്റെ മനസ്സിൽ തോന്നുന്നതെല്ലാം പറയുന്ന സ്ഥലമല്ല, എന്നെ പുകഴ്ത്തി പറയുന്ന സ്ഥലമല്ല, അല്ല ഏതെങ്കിലും സംഘടന ഉയർത്തുന്ന സ്ഥലമല്ല. പറയുന്ന എല്ലാ കാര്യവും അവൻ കേൾക്കുമ്പോൾ, നമ്മുടെ മധ്യത്തിരിക്കുന്ന ദൈവം കേൾക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന് സന്തോഷം വരണം. ഞാൻ എൻ്റെ മക്കളുടെ അടുക്കലാണല്ലോ വന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മക്കളുടെ അടുക്കലാണല്ലോ വന്നത് എന്ന് പറയുമ്പോൾ സാത്താനും സൈന്യവും കൂട്ടത്തോട് ഓട്ടമായിരിക്കും. അവർക്കൊന്നും അടുത്ത് നിൽക്കുവാൻ കഴിയുകയില്ല. അത് കഴിഞ്ഞ് ദൈവമക്കൾ മടങ്ങിപ്പോകുമ്പോൾ ഹല്ലേലൂയ, സന്തോഷം. അതുകൊണ്ട് മുൻകാലങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആരാധനയ്ക്ക് ഞാനൊരു ബാലനായിരുന്നപ്പോഴും അപ്പച്ചനും അമ്മച്ചിയും കൂടെ ആരാധനയ്ക്ക് പോയി ഞങ്ങൾ പറഞ്ഞു സ്തോത്രം സ്തോത്രം സ്തോത്രം, വീട്ടിൽ നിന്നേ സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ആരാധന സ്ഥലത്ത് കയറുമ്പോഴേ അന്യഭാഷ അങ്ങ് തുടങ്ങും. എത്ര പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. പാട്ടുപാടി അന്യഭാഷ ആരംഭിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം 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 കറിഞ്ഞ് അപ്പോഴേ ആരുടെ സന്നിധിയിലേക്ക് പോവുക, യഹോവയുടെ സന്നിധിയിലേക്ക് പോവുക. അവർക്ക് ഇന്ന് അത്രയും പഠിപ്പോ ഒന്നുമില്ല, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റോ മറ്റൊന്നുമില്ല. അവർ പോകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് വരുമ്പോഴേ ഞാനിത് ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്, ഒരുങ്ങി ആരാധിക്കാൻ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വഴക്കോ വല്ലോ ഒക്കെ അതൊക്കെ തീർത്തേച്ച്, വഴക്കൊക്കെ ഉണ്ട്, അതെല്ലാം തീർത്തേച്ച് എന്ത് ചെയ്യുക. ഞാൻ ഒരു കാര്യം ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ കരിക്കുറ്റിക്ക സഭയിൽ നടന്നത്. ഞാനത് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുന്നതിന് ഞാൻ കണ്ട കാര്യം പറയുകയാണ്. ഞാനന്ന് സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, എനിക്ക് 10-13 വയസ്സ്, അന്ന് തന്നെ കർത്താവ് പരിശുദ്ധാത്മാവിനെ നിറച്ചിരുന്നതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങൾ കൂടുതൽ ഉത്സാഹമുണ്ടായിരുന്നു. സൺഡേ സ്കൂൾ പഠിച്ചേച്ച് ഞങ്ങളെല്ലാം ആദ്യം രാവിലെ സൺഡേ സ്കൂളാണ്. സൺഡേ സ്കൂളിൽ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വീണ്ടും ആരാധനയ്ക്ക് വരും. അപ്പം ഞാൻ സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് വരുമ്പോഴേ അപ്പച്ചൻ എന്നോട് പറയും, മോനെ ആടിൻ്റെ ഒക്കെ കാര്യം കുറച്ച് നോക്കി വെച്ച് വരണം. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും പോയി കഴിഞ്ഞിട്ട് ഞാൻ സൺഡേ സ്കൂളിൽ ഞാൻ ആടിന് കുറച്ച് ഇലയൊക്കെ ഒടിച്ചേച്ച് ഞാൻ പിന്നാണ് ഓടി വരുന്നത്. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സങ്കീർത്തന വായന നടത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ തലേ ആഴ്ച സഭയിൽ ഒരു ചെറിയ വഴക്കുണ്ടായി. ചെറിയ വഴക്കെന്ന് പറഞ്ഞാൽ, എൻ്റെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ ശാമുവേലച്ച് എന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ യോഹന്നാച്ചായൻ. രണ്ടുപേരും ഒരേ കുടുംബക്കാരാണ്, യോഹന്നാച്ചായനും ശാമുവേലച്ചായനും. ഈ യോഹന്നാച്ചായൻ ആണ് പ്രവചനവും കുറച്ച് കഴിവുള്ള ആള്, ശമൂവേലച്ചായനും അതുപോലെ. എന്നാൽ ഇവർ രണ്ടുപേരും ചേട്ടനനുജന്മാരാകുന്നത് കൊണ്ട് സഭയുടെ പ്രധാന കാര്യങ്ങളാകുന്ന ശമൂവേലച്ചായൻ അപ്പച്ചനായിരുന്നു ഈ പണമൊക്കെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിൽ ചിലപ്പോഴൊക്കെ അങ്ങ് ഉരസുമൊക്കെ ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം ഞായറാഴ്ച ഏതോ കാര്യമുണ്ടായപ്പോൾ യോഹന്നാച്ചായൻ പറഞ്ഞു, ശമൂവേൽ വന്ന് എൻ്റെ കാല് പിടിച്ച് പറഞ്ഞല്ല ഞാൻ ആരാധനയ്ക്ക് വരത്തില്ല. അപ്പം സഭാശുശ്രൂഷകൻ പറയുന്നത്, അവരുടെ കുഞ്ഞച്ചൻ പറയുന്ന അദ്ദേഹമാണ്, A.T. വർഗീസാണ് സഭാശുശ്രൂഷകൻ. ഈ ശമൂവേലച്ചായൻ്റെ ഇളയത്, എൻ്റെ അപ്പച്ചൻ്റെ മൂത്തതാണ്. യോഹന്നാച്ചായൻ പറഞ്ഞ എന്താണ്, ഞാൻ ശമൂവേലച്ചായൻ എൻ്റെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠനായ അദ്ദേഹം ചെന്ന് യോഹന്നാച്ചായനോട് കാല് പിരിച്ച് ക്ഷമ ചോദിച്ചില്ല ഞാൻ ആരാധനയ്ക്ക് വരികയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. ഞാൻ അവിടുന്ന് വരുമ്പോൾ ഇവിടെ എല്ലാവരും എഴുന്നേറ്റ് സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുക. സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു യോഹന്നാച്ചൻ അപ്പച്ചൻ ഓടി വരിക. ഓടി വന്ന ആരാധനാലയത്തിന് ഒരു 50 ഗജം ഇപ്പുറത്ത് ഒരു തെങ്ങുണ്ട്, അതിൻ്റെ വീട്ടിലങ്ങ് വീണു. തെങ്ങിൻ്റെ ചുമട്ടി കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ശമൂവേലേ എന്നോട് ക്ഷമിക്കണമേ. ഞാനപ്പം വന്ന് പാസ്റ്ററോട് പറഞ്ഞു, കുഞ്ഞപ്പച്ചനോട് പറഞ്ഞു, തട്ടക്കാട്ടിലെ അപ്പച്ചൻ യോഹന്നാച്ചായൻ തെങ്ങിൻ്റെ ചുവട്ടി കിടക്കുന്നു. എല്ലാവരും കൂടെ തെങ്ങിൻ്റെ ചുവട്ടി വന്നപ്പോൾ കിടന്ന് കരയുകയാണ്. ആര്? അവിടെ ആയിരുന്നു പിന്നെ യോഗം. കുറച്ചു നേരം എല്ലാവരും നിർത്തവും. ശമൂവേലച്ചായൻ, യോഹന്നാച്ചായൻ തന്നെ ശമൂവേലച്ചായന്റെ കാല് പിടിച്ച് ചുമ്മിക്കുക. നേരത്തെ എന്തോ പറഞ്ഞത്? യോഹന്നാച്ചായൻ പറഞ്ഞു, ശമൂവേലച്ചായൻ വന്നെന്റെ കാല് ചുമ്മിച്ചേ ഞാൻ
ഇപ്പൊ യോനാച്ചാൻ ശമുവേൽ, എന്റെ ശമുവേലേ, എന്റെ അഹങ്കാരം എന്നോട് ക്ഷമിക്കണം, ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ വരുന്നതിൽ അഹങ്കാരിയായി പോയി, എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, ദൈവമക്കളെ എന്നോട് ക്ഷമിക്കണം, ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ വരുന്ന കാണിച്ച അഹങ്കാരം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. എല്ലാരും അവിടെ നൃത്തവും കണ്ണീരും. പിന്നെ അപ്പച്ചനെ എഴുന്നേപ്പിച്ച് കൊണ്ടുപോയി അവിടെ പോകാനിടയായി. ഹല്ലേലൂയ. അതെന്തുകൊണ്ടാണ് അങ്ങനെ നടന്നെന്നറിയാമോ? ആരാധനയിലെല്ലാം വലിയവനായ ദൈവം ഉണ്ടായിരുന്നു. അവിടെ ഒരു ഒത്തുതീർപ്പിനോ പറഞ്ഞിനോ ഇല്ല. ആര് കാല് പിടിച്ച് ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞു, ആള് തന്നെ മറ്റേ ആളുടെ കാല് പിടിച്ച് ചുംബിച്ച് ക്ഷമ ചോദിക്കാൻ. രണ്ട് ചേട്ടനും അനിയനും കൂടെ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു, കരയുന്നു. ആ നൃത്തവും ബഹളവും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മൾ ചെറിയ കൂട്ടമാണെങ്കിലും, കുറച്ച് പേരേ ഉള്ളെങ്കിലും, പഠിപ്പില്ലാത്തവരാണെങ്കിലും, നമ്മുടെ ഹോൾ വെറും ഓല കൊണ്ടുള്ളതാണെങ്കിലും, നല്ലതാണെങ്കിലും, നമ്മുടെ മധ്യത്തിൽ വസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആകയാൽ ഈ ഒടുവിലത്തെ കാലത്ത് എതിർപ്പുകളും മറ്റുള്ള വരുമ്പോൾ, അന്യജാതിയുടെ കാര്യങ്ങൾ കൂടുമ്പോൾ, ഞാൻ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ കുഴപ്പനിമിത്തം നിങ്ങളുടെ സഭയിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് തടസ്സമുണ്ടാകരുതേ. നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം, നിങ്ങളുടെ കപടഭക്തി നിമിത്തം, നിങ്ങളുടെ ശ്രദ്ധക്കുറവ് നിമിത്തം, ഹല്ലേലൂയ, നമ്മുടെ മധ്യത്തിൽ വന്ന് വാഴേണ്ടവനായ കർത്താവ് വരാതിരിക്കാൻ തടസ്സക്കാരാകരുത്. അതുകൊണ്ട് ആരാധനയ്ക്ക് വരുമ്പോൾ തന്നെ ഓരോരുത്തരും അവരുടെ വീടുകളിൽ നിന്ന് ഒരുങ്ങി വരട്ടെ. ഭാര്യയും ഭർത്താവും കൂടെ പിണക്കമാണെങ്കിൽ അവർ വരുമ്പോൾ തന്നെ നമ്മൾ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ അടുക്കൽ പോവുകയാണ്. നമ്മുടെ പിണക്കെല്ലാം വീട്ടിൽ വെച്ച് മതി. ഞാനും എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്. എൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് പറയാം, എൻ്റെ ഭാര്യ വളരെ വിശ്വസ്തയായി എന്നെ ശുശ്രൂഷിക്കുന്ന സഹോദരിയാണ്. അതുപോലെ കർത്താവിന്റെ ദാസന്മാർ ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ അനേക കർത്താവിന്റെ ദാസന്മാർക്ക് ഒരു അമ്മയാണ്. ഇപ്പോഴും മമ്മി മമ്മി എന്ന് അവരെല്ലാം വിളിക്കുക. എന്നെ പപ്പാന്ന് പറഞ്ഞ് വിളിക്കുക. കൂടുതൽ അമ്മമ്മീന്ന് അവളെ, എൻ്റെ ഭാര്യയാണ് വിളിക്കുന്നത്. കർത്താവിന്റെ ദാസന്മാർ ദൂരെ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് ആഹാരം ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ അവർ രാത്രിയിൽ വന്നാൽ പിറ്റേ ദിവസം വെളുപ്പിന് പോകണേ 3 മണിക്ക് എഴുന്നേറ്റ് അവർ 4-5 മണിക്ക് പോകുന്നതിന് മുമ്പേ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് അവരുടെ കയ്യിൽ കൊടുക്കും. ഞാനൊന്നും പറയണ്ട. ഞാൻ ഏതെങ്കിലും കർത്താവിന്റെ ദാസന്മാരോട് അല്പം അവരുടെ അശ്രദ്ധ നിമിത്തം അവരെ ഡിസിപ്ലിൻ ചെയ്ത് ഞാൻ അവരോട് ഞാൻ അല്പം ഒച്ചത്തിൽ സംസാരിച്ചാൽ, ഞാൻ സംസാരിച്ച് ഇറങ്ങി വരുമ്പോൾ ഭാര്യ തണുത്ത വെള്ളം കൊണ്ട് അവിടെ നിൽക്കും. തണുത്ത വെള്ളം, ഏതെങ്കിലും ജ്യൂസോ ഏതെങ്കിലും എടുത്തുകൊണ്ട് ഉടനെ പറയും, കർത്താവിന്റെ ദാസൻ അങ്ങനെ പറഞ്ഞാൽ സാരമില്ല, സഹോദരനൊന്ന് കർത്താവിന്റെ സ്ഥലിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ചെല്ല്, നിരപ്പായിട്ട് പൊയ്ക്കോ എന്ന് പറയും. അങ്ങനെ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അങ്ങനെ എൻ്റെ ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് കോപിക്കും. അപ്പോഴെൻ്റെ ഭാര്യ പറയാം, ഇപ്പൊ കോപിച്ചോ, യോഗം അടുത്ത് വരുമ്പോ വന്ന് എൻ്റെ അടുക്ക വന്ന് ക്ഷമ ചോദിച്ചേ പോകുള്ളൂ. ഇവിടെ എത്ര കോപിച്ചോ, യോഗം അടുത്ത് വരുമ്പോഴത്തേക്ക്, യോഗത്തിന് പോകുന്നതിന് മുമ്പേ വന്ന് എൻ്റെ അടുക്കൽ എന്ത് ചെയ്യും? നിരപ്പ് പ്രാപിച്ചേ പോവുകയുള്ളൂ. എന്തുകൊണ്ടാ കാര്യം? ഹല്ലേലൂയ. എൻ്റെ വലിപ്പം കാണിക്കേണ്ടതിനല്ല, ഞങ്ങളുടെ ആരുടെയും വലിപ്പം കാണിക്കേണ്ടതിനല്ല, പോകുന്നത് കർത്താവ് എൻ്റെ കുറവ് കൊണ്ട്, എൻ്റെ അലക്ഷ്യത കൊണ്ട്, എൻ്റെ അശുദ്ധി കൊണ്ട് ദൈവാദി ദൈവത്തിന് വന്നു വസിക്കുന്നതിന് തടസ്സം ഉണ്ടാകരുതേ. കാരണം അവൻ നമ്മളെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി വെളിപ്പാട് പുസ്തകം 1:11 മുതൽ 18 വരെ എന്ന് വായിച്ചാൽ, വെളിപ്പാട് പുസ്തകം 1:11 മുതൽ 18 വരെ. ദൈവസഭയുടെ മധ്യത്തിൽ നടക്കുന്ന യേശുവിനെ കുറിച്ചുള്ള ദർശനങ്ങൾ
ഈ കാലത്ത് വളരെ വിചിത്രമായിട്ടാണ് സാത്താൻ അവതരിപ്പിക്കുന്നത്. ചിലർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുന്ദരനായി പുഞ്ചിരിക്കുന്ന യേശുവിനെയാണ് കാണുന്നത്. രൂപത്തിൽ അല്ല വെളിപ്പെട്ടിട്ടുള്ളത്. 40 ദിവസം അവൻ ശുശ്രൂഷയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരുടെ അടുക്കൽ അപ്പോഴപ്പോൾ വന്ന് അല്പമായിട്ടൊക്കെ ഇടപെട്ടെങ്കിലും തേജസ്കരിക്കപ്പെട്ടതിന് ശേഷം, സ്വർഗങ്ങളിലേക്ക് പോയതിന് ശേഷം അവന്റെ ശരിയായ രൂപം മനുഷ്യരൂപമല്ല. മനുഷ്യരൂപം ഒരു അല്പം നേരത്തേക്ക് താൻ എടുത്തതേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 9:1 മുതൽ 5 വരെ വായിച്ചാട്ട്. അപ്പോസ്തല പ്രവൃത്തി 9:1 മുതൽ 5 വരെ. Acts of Apostles chapter 9 verse 1 to 5. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന് കർത്താവ് വെളിപ്പെട്ടതാണ്. എങ്ങനെയാ വെളിപ്പെട്ടത്? പുഞ്ചിരിച്ചുകൊണ്ടുള്ള ഒരു യേശു അല്ല. ഒരു വെളിച്ചം ആകാശത്ത് നിന്നും അവന് ചുറ്റും മിന്നി. അവൻ എന്ത് ചെയ്തു? നിലത്തും. അപ്പോൾ ഇന്ന് അനേകർ യേശുവിനെ കാണുന്നു എന്ന് പറയുന്ന പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന അതൊന്നും യഥാർത്ഥ യേശു അല്ല. അത് വേറൊരു യേശുവാണ്. യോഹന്നാൻ കണ്ട യേശു നിങ്ങൾ നോക്കിയാൽ മാറത്ത് പൊൻകച്ചോട്ടിയവനാൽ, അവന്റെ കണ്ണ് കണ്ടാൽ, അവന്റെ വായിൽ നിന്ന് ഇരുത്തുവരെയുള്ള വാൾ, അവന്റെ മുഖം. യോഹന്നാൻ യേശുവിനെ കണ്ട് മാറത്ത് ചാരിയിരുന്ന യോഹന്നാനാണ്. എന്നാൽ അവൻ മരിച്ചവനെ പോലെ നിലത്ത് വീണു. അതുകൊണ്ട് ഞാൻ യേശുവിനെ കണ്ടു എന്ന് പറയുന്നവരോട് ചോദിക്കണം, യേശുവിന്റെ രൂപം എന്തായിരുന്നു? അന്നേരം അവർ ചിരിച്ചുകൊണ്ട് അല്ലെ കണ്ണുനീര് വാർത്തുകൊണ്ട് കണ്ട യേശുവിനോട് വേണം അവരോട് പറയണം, 2 കൊരിന്ത്യർ 11 3-4 വായിക്കുന്ന വേറൊരു യേശുവാണത്. സാത്താൻ യേശു എന്ന് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കാൻ വന്നതാണ്, അത് യേശു അല്ല എന്ന് തീർത്തു പറയണം. ഞങ്ങളിപ്പോൾ കോയമ്പത്തൂരിൽ ഇരുന്നപ്പോൾ അവിടുത്തെ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായി, കർത്താവിന്റെ ദാസന്മാർക്ക് മുൻപേറുവാൻ കഴിവില്ലാതെ വണ്ണം ലോകസൗഖ്യവും ഭൗതിക നന്മകളുമാകുന്ന കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരെയും അങ്ങനെ അടക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് വേറൊരു യേശുവിന്റെ ശക്തി വളരെ ശക്തിയായി ബലപ്പെട്ട് കർത്താവിന്റെ ദാസന്മാർക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ ഒരു മതിലുപോലെ അവരെ തടഞ്ഞു നിർത്തിയതായിട്ട് കാണുവാൻ മനസ്സിലായി. അപ്പോൾ കാരുണ്യ യൂണിവേഴ്സിറ്റിയിൽ പോകാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രേരണ തന്നു. ദിനകരൻ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായ കാര്യങ്ങളൊക്കെ കാണുവാനായി അവിടെ ചെന്ന് കണ്ടപ്പോൾ, പ്രിയമുള്ളവരെ, എൻ്റെ ഹൃദയം വല്ലാതെ തകർന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കൃപാസനം ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിൻ്റെ ഫോട്ടോയെല്ലാം ഉണ്ട്. അതിനകത്ത് ദൈവത്തിൻ്റെ, അതിനകത്ത് 1 ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ നിങ്ങളുടെ പേരെഴുതി അതിനകത്തിടും. അതിന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണെല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. നിങ്ങൾ അതിന് പേരെഴുതുക. നിങ്ങൾ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. അതുകൂടാതെ ഒരു താക്കോൽ, സ്വർണ്ണത്താക്കോലുണ്ട്. 1 ലക്ഷം രൂപ കൊടുത്താൽ സ്വർണ്ണത്താക്കോൽ കിട്ടും. എവിടം വെച്ചാലും അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്ന് തുടരും. അതുകൂടാതെ 7 സ്ഥലങ്ങളിലുണ്ട് കർത്താവ് വീണ്. അവിടെ എല്ലാം മാലാഖമാരും അവരെല്ലാം ഇങ്ങനെ മുട്ടുകുത്തിരിക്കുകയാണ്. അവിടെയൊക്കെ നോക്കിയാൽ എല്ലായിടത്തും അതിൻ്റെ പെട്ടി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ആളുകൾ അവിടെ ചെന്ന് എന്തുമാത്രം അവിടെ നോക്കിയാൽ ആ ഭാഗം എത്രമാത്രം തേഞ്ഞു കിടക്കുന്നത് കണ്ടാൽ, ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലും മറ്റുള്ളിടത്തും പോയി ആളുകൾ മുട്ടും കുത്തി നിന്ന് കൈ തേഞ്ഞ പോലെ തേഞ്ഞു കിടക്കുകയാണ്. അതുപോലെ ബെഥസ്ദാക്കുളത്തിലോട്ട് പോയി നോക്കിയാൽ ഒത്തിരി പേര് പൈസ ഇട്ടിരിക്കുക, വെള്ളി നാണയങ്ങൾ അവിടെ കിടക്കുക, ഹിന്ദുക്കളുടെ നദിയിലിടുന്നത് പോലെ. ഞാനിതെല്ലാം കണ്ടിട്ട് എൻ്റെ ദൈവമേ, ചിരിക്കുന്ന യേശു, പുഞ്ചിരിക്കുന്ന യേശു, ദിനകരനാകുന്ന ആ വ്യക്തിയെ കൊണ്ട് എത്ര കോടി, എത്ര ലക്ഷങ്ങളെയാണ് അന്ധകാരത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് എനിക്ക് വളരെ വേദനയുണ്ടായി. ഞാൻ കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ വീണ്ടും കോയമ്പത്തൂർ ചെന്നിട്ട്
കർത്താവ് എനിക്ക് കൃപ തരികയാണെങ്കിൽ, അവസരം തരികയാണെങ്കിൽ അവിടെയുള്ള ഒരു പ്രാവശ്യം കൂടെ വേലക്കാരുടെ യോഗം നടത്തിയിട്ട് ഒരു കൂട്ടം വേലക്കാരുമായിട്ട് ചെന്നിട്ട് അവരോട് അവരുടെ പ്രയത്നത്തിലും പറഞ്ഞ് നിങ്ങൾ കാണിക്കുന്ന ഈ അന്യായത്തിനെതിരായി നിങ്ങളുടെ മേൽ രോഗം അയക്കാൻ വന്നിരിക്കുകയാണ്, ഇവിടെ വലിയ കൊടുങ്കാറ്റടിപ്പിക്കാൻ വന്നിരിക്കുകയാണ്, ഇവിടെ വലിയ നാശമടിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. കാരണം നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇത്ര ചതിയന്മാരായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഓരോരുത്തർ യേശു യേശു എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച ഫോട്ടോയൊക്കെ കണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ദർശനം കാണുന്നത് അത് ആ യേശുവേ അല്ല എന്ന്. യേശുവിൻ്റെ സാന്നിധ്യം ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഏതോ കാര്യങ്ങൾ എൻ്റെ പുറകിൽ എനിക്ക് തോന്നി യേശുവിൻ്റെ സാന്നിധ്യമാണ്. എനിക്ക് തലയെടുക്കാൻ വയ്യ. മുന്നിങ്ങനെ കണ്ണടച്ച് അവിടെ നിന്ന് കരഞ്ഞോണ്ടിരുന്നു. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. എനിക്ക് തിരിയാൻ പോലും ധൈര്യമില്ല. യേശുവിൻ്റെ ഒന്നും ഞാൻ കണ്ടില്ല, അവൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. സാന്നിധ്യം അനുഭവിച്ചിട്ടേക്ക് എനിക്ക് എത്ര ഭയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് മറ്റുള്ളവർ പറയുന്ന യേശുവിനെ ഞാൻ കണ്ടു എന്ന് പറയുന്ന അവരോട് വിളിച്ചു പറയണം, കുഞ്ഞെ നീ യേശുവിനെ അല്ല കണ്ടത്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 3-4 പറയുന്ന അതേ വേറൊരു യേശുവാണ്. എങ്ങനെ ഇന്ന് വേറൊരു യേശു ജനങ്ങൾക്ക് വന്ന് എന്ത് കൊടുക്കുന്നുണ്ട്? അവരുടെ രോഗം മാറ്റുന്നുണ്ട്, അവർക്ക് ആശ്വാസം കൊടുക്കുന്നുണ്ട്, അവരുടെ നല്ല അപ്പച്ചനെ പോലെ പെരുമാറുന്നത്. അത് വേറൊരു യേശുവാണ്, യഥാർത്ഥ യേശു അല്ല. യഥാർത്ഥ യേശു നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ യോഹന്നാൻ അവന്റെ ഏറ്റവും മാറത്ത് ചാരിക്കൊണ്ടിരുന്ന അപ്പോസ്തലനായിരുന്നിട്ടും മരിച്ചവനെ പോലെ വീഴുവാനിടയായി. ഹല്ലേലൂയ. പൗലോസും അവൻ എന്നിട്ട് ഒരു ചുറ്റുമിന്നി. അപ്പോൾ മനസ്സിലായി യേശുവാണ് കർത്താവേ എന്ന് പറയുവാനിടയായി. അവൻ ചുറ്റും മിന്നിയ മാത്രമല്ല, ആ പ്രകാശത്തിൽ അവന്റെ കണ്ണെന്തായിപ്പോയി പറഞ്ഞാൽ ആ പ്രകാശത്തിന്റെ വെളിച്ചം ഇത്രയായി അന്ധനായിപ്പോയി. 3-ാമത്തെ ദിവസമാണ് അന്ധത മാറി. ആ പ്രകാശം ഇത്ര തിളങ്ങി. അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് നാം എന്താ ചെയ്യുവാൻ പോകുന്ന വെളിപ്പാട് പുസ്തകം 21-ന്റെ 1 മുതൽ 4 വരെ ഒന്ന് വായിച്ചാൽ നാം എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നമ്മുടെ പിതാവാകുന്ന ദൈവം എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 21-ന്റെ 1 മുതൽ 4. റെവലേഷൻ 21:1-4. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മളെ രക്ഷിച്ച് കർത്താവ് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ അവനോടുകൂടെ വസിക്കുവാൻ നാം യോഗ്യതയുള്ളവരായി തീരുക. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ പ്രോഗ്രാം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ദൈവത്തിന്റെ പ്രോഗ്രാം ആരംഭിക്കുന്ന പുതിയ ഭൂമിയിലും പുതിയ യെരൂശലേമിലുമാണ്. ഇതെല്ലാം അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് മാത്രമാണ്. ഇപ്പോൾ ആത്മാവിൽ അവൻ നമ്മോടുകൂടെ വസിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ജമ്മു കാശ്മീർ നിങ്ങളുടെ മധ്യത്തിൽ വന്നൊരു വലിയ കാര്യമല്ല. എന്നാൽ ഇതൊരു സത്യമാണ്, ഒരു യഥാർത്ഥമാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെയുണ്ട്, നിങ്ങളെന്നെ കാണുന്നു. അതുപോലെ ഇത് താരതമ്യപ്പെടുത്താൻ ഒരു യോഗ്യതയുള്ളതല്ല. ഒരു കാര്യത്തിൽ മാത്രം, വലിയവനായ ദൈവത്തോടുകൂടെ നാം നിത്യം പാർപ്പാൻ പോവുകയാണ്. അതാണ് നമ്മുടെ പ്രത്യാശ. ഇപ്പോൾ നാം ആത്മാവിൽ എന്നോടുകൂടെ പാർക്കുന്നു. എന്നാൽ ഇതാ ഒരു ദിവസം വരുന്നു. എത്ര വർഷമായി നമ്മുടെ ദൈവം അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഈ ഒരു മർമ്മത്തിന് വേണ്ടിയാണ്, ഈ കാര്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ആദാമിനെ സൃഷ്ടിച്ചത് തന്നെ.
ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യം സൃഷ്ടിച്ചുവെങ്കിലും ദൈവത്തെ പോലെ സൃഷ്ടിക്കാമായിരുന്നു. ദൈവത്തെ പോലെ സൃഷ്ടിച്ചാൽ സൃഷ്ടി ഒന്ന്, സൃഷ്ടികർത്താവ്. അപ്പോൾ സൃഷ്ടികർത്താവ് വലിയ ആളും സൃഷ്ടി നമ്പർ 2. സൃഷ്ടിതാവ് ഉയർന്നവനും സൃഷ്ടി 2. എന്നാൽ സ്നേഹസമ്പൂർണനായ ദൈവത്തിന് ആഗ്രഹം എൻ്റെ മക്കളും ഞാനുമായി ആ വ്യത്യാസം പോലും ഉണ്ടാകരുത്. ഞാൻ ഈ ദൈവത്തിൻ്റെ സ്നേഹം ഓർത്ത് ഒത്തിരി കരയാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എന്നെ കഴിഞ്ഞ മാസങ്ങൾ എൻ്റെ കയ്യെ ബലം കിട്ടുകൊണ്ട് പട്ടണത്തിൽ കൂടെ ഒക്കെ നടത്തി എല്ലാം കൊണ്ടുപോയി ഒരുപാട് കളിയാക്കി എൻ്റെ തലയെല്ലാം മുട്ടയടിച്ച് എല്ലാം ജയിലിനകത്തിട്ടെല്ലാം ചെയ്യും. ഞാൻ എൻ്റെ കർത്താവ്, നീ രാജാതിരാജാവും കർത്താതി കർത്താവുമായവൻ, അന്നാസിൻ്റെയും കയ്യപ്പാവിൻ്റെയും നടുക്ക് ഹെരോദാൻ്റെ അടുക്കൽ ഇങ്ങനെ ഓരോ കോടതി മാറി മാറി നിന്നെ കൊണ്ടുപോയല്ലോ. അയ്യോ കർത്താവ്, എനിക്കതിൻ്റെ 10,000-ൽ ലക്ഷത്തിലൊരു അംശത്തിൻ്റെ ഭാഗ്യം കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷിക്കടുത്തില്ല. അവരെന്നെ പുച്ഛമായി പറയും, മതം മാറ്റുന്നവനെന്നൊക്കെ പറഞ്ഞ് ഒരുപാട്. അത് കഴിഞ്ഞ് എൻ്റെ തലമുടി ജയിലിൽ കൊണ്ട്, സെൻട്രൽ ജയിലിൽ കൊണ്ടിട്ട് എൻ്റെ തലമുടിയെല്ലാം ഈ മുട്ടയടിക്കുകയല്ല, തമാശാക്കി അവിടെ ഇവിടെയൊക്കെ കണ്ടിച്ച് ഒരുപാടൊക്കെ ചെയ്തപ്പോഴും ഹല്ലേലൂയ, എത്രമാത്രം എനിക്ക് സന്തോഷിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. കർത്താവിൻ്റെ സ്തോത്രം. ഒരുപാട് ക്ഷീണമുണ്ടായെങ്കിലും എന്നാൽ ഇതെല്ലാം തൽക്കാല കാര്യങ്ങൾ മാത്രം. നാം ഒന്നിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ദൈവത്തോടുകൂടെ ഒന്നിച്ച് പാർക്കാൻ. അതിന് നമ്മളെ യോഗ്യരാക്കുകയാണ്. കഷ്ടങ്ങൾ, ഞാൻ എൻ്റെ ജയിലിൻ്റെ കാര്യം പറഞ്ഞത് എന്തിനാണ്? കഷ്ടങ്ങളിൽ കൂടെ എന്നെ എന്ത് ചെയ്യുകയാണ്? അവനെ പോലെ ആക്കുക. ആകയാൽ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവത്തോടുകൂടി അവൻ ഇപ്പം നമ്മൾ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, വന്നിട്ട് ഞാൻ അവരെ നിങ്ങളെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് കർത്താവ്, നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ സ്നേഹിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മൾ ഇത് കഴിഞ്ഞൊരു പുത്തനാം യെരൂശലേമിലെ കാലം ഓർക്കുമ്പോൾ എന്നൊരു പാട്ടൊന്ന് പാടാൻ പോവുകയാണ്. അല്പനേരം പാടി ആരാധിക്കാൻ. പണ്ട് കാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പച്ചന്മാരൊക്കെ പുതിയ യെരൂശലേമിലെ പാട്ടാണ് പാടുന്നത് കൂടുതൽ. ഹല്ലേലൂയ. പുത്തനാം യെരൂശലേമിലെ വാസം ഓർക്കുമ്പോൾ, കാരണം അവരുടെ എല്ലാ ശ്രദ്ധ. ഞാൻ ചൈനയിൽ അനേക വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. അനേക ദൈവമക്കൾ ജയിലിലുണ്ട്. പലരെയും ഇടയ്ക്ക് കാണുമ്പോൾ അവർ പറയുന്നത്, എപ്പോൾ കർത്താവ് വരും? ചോദ്യം എന്താണ്? എപ്പോൾ കർത്താവ്? കർത്താവ് വരാൻ ഇനി എത്ര താമസമുണ്ട്? കാരണം അവരെല്ലാം പ്രത്യാശ എന്തിനു വേണ്ടിയാണ്? ദൈവത്തോടുകൂടെ വസിക്കുന്നതായ ആ വാഴ്ചയ്ക്കായിട്ടുള്ളൊരാഗ്രഹമാണ്.